യേശുവേ നന്ദി, യേശുവേ സ്തുതി. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൽ സാക്ഷിയാക്കിയതിന് ഒരുപാട് നന്ദി. എൻ്റെ പേര് അക്ഷയ്. ഞാൻ സെൻറ്റ് ആൻ്റണീസ് ഇടവകമാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 ജൂലൈ മാസത്തിലാണ്. എനിക്ക് കൃപാസനത്തെക്കുറിച്ച് കേട്ടറിവ് മാത്രം ഉള്ളായിരുന്നു. ഇതിനു മുമ്പ് ഉടമ്പടി എടുക്കാനോ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനോ എനിക്ക് സാധിച്ചില്ല. പിന്നെ ചേച്ചി വഴിയാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളെല്ലാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയാണ് പറഞ്ഞത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്താൽ നിൻ്റെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന്. അങ്ങനെ ഉടമ്പടി എടുക്കാനുള്ള ഏറ്റവും വലിയ യോഗ്യത എന്ന് പറയുന്നത് സഹനമാണ്. ആ സഹനത്തിലൂടെ തന്നെ ഉടമ്പടി ഞാൻ എടുത്തു. എനിക്ക് ആദ്യമായിട്ടൊരു ദൈവാനുഗ്രഹം കിട്ടിയതെന്ന് വെച്ചാൽ, ഞാനൊരു ആലപ്പുഴയിലെ ഒരു മൈക്രോ ഫൈനാൻസിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ഓഫീസ് സ്റ്റാഫായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു സ്ഥലം മാറ്റം ഞാൻ നിയോഗത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടി കൃത്യമായിട്ട് എനിക്ക് പാലിക്കാൻ സാധിച്ചില്ല. ഉടമ്പടി പ്രാർത്ഥനകളെല്ലാം മുടക്കി ഉടമ്പടി ഉഴപ്പിയൊക്കെയാണ് ഞാൻ ജീവിച്ചത്. പിന്നീട് ഉടമ്പടി പുതുക്കിയിട്ടും എനിക്ക് കൃത്യമായിട്ടൊന്നും ഉടമ്പടി കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. പെട്ടെന്ന് ഹെഡ് ഓഫീസിൽ നിന്നും എനിക്കൊരു കോള് വന്നു, എൻ്റെ സ്ഥലം മാറ്റം റെഡിയായി എന്ന് പറഞ്ഞ്. പെട്ടെന്ന് അതിലൊരു അത്ഭുതകരമായൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, എനിക്കൊരു പ്രൊമോഷനോട് കൂടിയുള്ളൊരു ട്രാൻസ്ഫറാണ് ലഭിച്ചത്. വൈക്കം ഓഫീസിലേക്ക് ബ്രാഞ്ച് മാനേജറായിട്ടാണ് എന്നെ ട്രാൻസ്ഫർ ചെയ്തത്. ഉടമ്പടി ഉഴപ്പിയിട്ടും മാതാവ് എന്നെ കൈവിട്ടില്ല. നല്ല രീതിയിൽ തന്നെ മാതാവിനെ അനുഗ്രഹിച്ചു. പിന്നീട് ഉണ്ടായൊരു ദൈവാനുഗ്രഹം എന്ന് വെച്ചാൽ, ഞാനൊരു ലോണിന് വേണ്ടി ബാങ്ക് ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തിരുന്നു. പക്ഷേ കുടിശ്ശികയൊക്കെ ഉള്ളത് കാരണം എനിക്ക് ആ ലോൺ എനിക്ക് സാങ്ഷനായില്ല. പിന്നീട് കാശ് രൂപം കൊണ്ടുപോയി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ ലോൺ പെട്ടെന്ന് ശരിയായി കിട്ടി. ഒരു ദിവസം പിന്നീടുണ്ടായ ദൈവാനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓഫീസിലേക്ക് പോകുന്ന വഴി ഞാൻ മനസ്സിലൊന്ന് വിചാരിച്ചു, മെറിറ്റിലൂടെ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ് എനിക്കുള്ളത്. ഇനി ഗ്രേസിലൂടെയുള്ളൂ എനിക്ക് കാര്യങ്ങളെല്ലാം ദൈവം നടത്തി തരുള്ളൂ. പെട്ടെന്ന് എനിക്കൊരു മുല്ലപ്പൂവിൻ്റെ ഒരു സുഗന്ധാഭിഷേകം എനിക്ക് പെട്ടെന്ന് കിട്ടി. അപ്പം തന്നെ ഞാനത് ചേച്ചിയോട് പറയുകയും ചെയ്തു. അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു, മാതാവ് നിൻ്റെ കൂടെ തന്നെ ഉണ്ട്, മാതാവ് ഒരു നാൾ നിന്നെ കൈവിടില്ല, മാതാവിൻ്റെ കൃപ നിനക്ക് എന്നും ഉണ്ടാകും. ഉടമ്പടി എടുത്തതിനെ ചൊല്ലി ഒരുപാട് പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും, എന്തിനാണ് നീ ഉടമ്പടി എടുക്കുന്നത്, ഉടമ്പടി എടുത്ത് ഇങ്ങനെ പുതുക്കി നടക്കുന്നത് എന്താണ്, നിന്നെപ്പോലെ വേറെ ആരും ഇങ്ങനെ ജീവിക്കാറില്ല. പക്ഷേ അവരോടൊന്നും ഞാൻ എതിർത്തൊന്നും സംസാരിക്കാറില്ല. എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നുന്ന കാര്യം വെച്ചാൽ, അമ്മ മാതാവിനെ ഈശോയെയും അവരെ അനുഭവിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടാകണമെന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. പിന്നീട് ഒരുപാട് അനുഗ്രഹങ്ങളും ദൈവം തന്നിട്ടുണ്ട്. ആത്മീയമായ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ഞാൻ 2 ആഴ്ച കൂടുന്തോറും കുമ്പസാരിക്കുകയും ചൊവ്വാഴ്ചകളിലെ മരിയൻ ഉടമ്പടി ധ്യാനം മുടങ്ങാതെ കേൾക്കുകയും ചെയ്യാറുണ്ട്. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ്, രാവിലത്തെ 5:30 ഡെയിലി ബ്രെഡ് ഞാൻ മുടങ്ങാതെ കൊടുക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം നല്ല രീതിയിൽ ചെയ്യുമായിരുന്നു. ആദ്യമൊക്കെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെ എല്ലായിടത്തും കൊടുക്കുമ്പോൾ ആളുകൾ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു തോന്നലായിരുന്നു. പിന്നീട് മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങളെ പ്രതി എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം എല്ലായിടത്തും ഞാൻ ചെയ്യും. ഓട്ടോ സ്റ്റാൻഡുകളിലും ഹോസ്പിറ്റലുകളിലെല്ലാം ഓഫീസുകളിലും ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ഭക്തിപൂർവ്വം ചെയ്യുമായിരുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ പൊതു വഴികളിലെല്ലാം എല്ലാവർക്കും ഫുഡൊക്കെ മേടിച്ച് കൊടുക്കുമായിരുന്നു. എനിക്കൊരുപാട് അനുഗ്രഹങ്ങളും തന്ന അമ്മ മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 17-18 തിരുവചനങ്ങൾ. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസാരവും ക്ഷണികവുമാണ്, അവയുടെ ഫലമോ അനുപമമായ മഹത്വവും. ദൃശ്യമായവയല്ല, അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരങ്ങളും. അക്ഷയ് എന്ന ഈ മകൻ്റെ സാക്ഷ്യത്തിൻ്റെ തുടക്കത്തിൽ തന്നെ എനിക്ക് യാതൊരു യോഗ്യതകളുമില്ലാതെയാണ് ഞാൻ ഉടമ്പടി ചെയ്തപ്പോൾ എഴുതിയ നിയോഗങ്ങൾക്ക് പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിച്ച് ഈ മകനെ വലിയ അനുഗ്രഹങ്ങൾ ഈശോയിൽ നിന്ന് പ്രാപിച്ചു കൊടുത്തതെന്ന് സാക്ഷ്യം പറയുന്നു. ജോലി സ്ഥലത്ത് ഒരു സാധാരണ ഓഫീസിലെ ഒരു സ്റ്റാഫ് മെമ്പറായിരുന്ന മകനെ ഒരു കമ്പനിയുടെ ബ്രാഞ്ച് മാനേജറായി ഇന്ന് ഉയർത്തിയതിൻ്റെ ഒരു സാക്ഷ്യമാണ്. മകൻ വീണ്ടും അത് ഏറ്റുപറയുകയാണ്. എനിക്ക് യോഗ്യതകളില്ലാഞ്ഞിട്ടും, എനിക്ക് ശക്തിയില്ലാഞ്ഞിട്ടും, എനിക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഇല്ലാഞ്ഞിട്ടും
പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഞാൻ ആഗ്രഹിച്ച ഒരു ട്രാൻസ്ഫർ മാത്രമാണ് ഈ മകൻ ആഗ്രഹിച്ചത്. പക്ഷേ ഒരു പ്രൊമോഷനോട് കൂടിയാണ് പരിശുദ്ധ അമ്മ ആ കാര്യം നിർവഹിച്ചു കൊടുത്തത്. അതുപോലെ തന്നെ ലോൺ എടുക്കാൻ വളരെയധികം സങ്കടപ്പെട്ടു. ആരോടും പൈസ ചോദിക്കാനില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് താൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ വളരെ മുറുകി പിടിച്ച് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ എന്നൊരു സംശയത്തോടെ സങ്കടത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ സുഗന്ധാഭിഷേകത്തോടെയാണ് ഉടൻ പരിഹാരം ഈ മകനെ ലോൺ എടുക്കാനായിട്ടുണ്ടായ സാധ്യതയുണ്ടായതെന്ന് ഏറ്റുപറയുന്നു. അക്ഷയുടെയും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ ഒരു നല്ല കയ്യടിയോടെ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.